ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ പഴയ വാടക വീട്ടിലായിരുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങൾ ഫ്ലാറ്റിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ട് എൻ്റെ മേക്കപ്പിൻ്റെ സാധനങ്ങൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. മേക്കപ്പിൻ്റെതും അതുപോലെ തന്നെ കുറച്ച് ഡ്രസ്സും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെയും പോയി നിൽക്കുന്നതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ അവിടെയും കൊണ്ട് വെക്കണമായിരുന്നു. മെയിനായിട്ടും ഫ്ലാറ്റ് സ്റ്റുഡിയോ ആക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ മിക്കവാറും അവിടെ തന്നെയാണ് വർക്ക് വരുന്ന സമയങ്ങളിലൊക്കെ ഇപ്പോൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് ഫുൾ ഫർണിഷ്ഡ് ആയതുകൊണ്ട് എല്ലാ സാധനങ്ങളും നമ്മൾ കൊണ്ടുപോകണ്ട, എന്നാലും നമുക്ക് അടുക്കളയിലോട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ കൊണ്ടുപോകണം. ഇറങ്ങാൻ നേരത്ത് നോക്കിയപ്പോൾ നമ്മുടെ ശ്രീകുട്ടിയുടെ ദിഗംബരൻ്റെ മേക്കപ്പ് ഒക്കെ ഇട്ട് നിൽപ്പുണ്ട്. എന്നെ കൂടാതെ വീട്ടിൽ ഇഷ്ടം പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഉണ്ട് കേട്ടോ. സ്വന്തമായിട്ട് പരീക്ഷിക്കാറുള്ളതേ ഉള്ളൂ. എവിടെയെങ്കിലും പോകണമെങ്കിൽ ആരെയും ബുദ്ധിമുട്ടിക്കില്ല. തന്നെ കണ്ണും പിരികും ഒക്കെ എഴുതി പൗഡറൊക്കെ ഇട്ട് നിൽക്കും. പിന്നെ നമ്മളൊന്നുകൂടെ പണിയണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഫ്ലാറ്റിൻ്റെ വാതിക്കലെത്തി. രോഹി ചേച്ചി നമ്മളെ നോക്കി അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ആ ചുമക്കാൻ ആൾ വേണ്ടതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി താഴോട്ട് വരണേന്ന് പറഞ്ഞ്. ഇങ്ങനെ പണിയെടുപ്പിക്കേണ്ട സാഹചര്യം വരുമ്പോൾ ഭയങ്കര സ്നേഹവും ബഹുമാനവും ഒക്കെ കൂടും. എന്നാൽ ആ ഒരു മാക്രി സ്വഭാവത്തിന് വ്യത്യാസമൊന്നുമില്ല. കണ്ടില്ലേ കൊഞ്ഞനും കുത്തി കാണിക്കുന്നത്. ഞാൻ രോഗവും കണ്ട അടിയാട്ടോ. ഞങ്ങൾ എങ്ങനെ ഒരു വീട്ടിൽ ഒന്നിച്ച് താമസിക്കുന്നത് നിങ്ങൾ വിചാരിക്കും. അപ്പോൾ പകലൊക്കെ ഞങ്ങൾ മിക്കവാറും ഇവിടെ ആണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ക്ലീനിങ്ങും പരിപാടിയും ഓർഗനൈസിങ്ങും ഒക്കെ ആണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു 1 മന്തിൻ്റെ ബ്രേക്ക് കഴിഞ്ഞ് രോഹു പിന്നെ തിരിച്ച് പോയിട്ടോ. അപ്പോൾ അവൾ ബാംഗ്ലൂർ തിരിച്ച് വീണ്ടും ജോലിക്ക് കയറി. വെക്കേഷൻ വന്നപ്പോഴായിരുന്നു നമ്മളിവിടെ ഫ്ലാറ്റ് എടുത്തത്. ഇനിയിപ്പോൾ അവളുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേനും അവൾ തിരിച്ചു വരും. അങ്ങനെ എല്ലാം കൂടി ഞാൻ മേളിലോട്ട് പൊക്കിക്കൊണ്ട് പോകാൻ നോക്കിയിട്ട് നടക്കുന്നില്ലത് കണ്ടു കഴിഞ്ഞപ്പം പിന്നെ 2 കൊണ്ട് പോവുകയാണ് കേട്ടോ. എൻ്റെ വർക്കിൻ്റെ പെട്ടിയാണ് ആകെപ്പാട്. ഇതും കൊണ്ട് ഇങ്ങനെ ചുമന്നുകൊണ്ടുള്ള നടപ്പാണ് ഭയങ്കര പാട്. അപ്പോൾ കുഞ്ഞി പെട്ടിയാണെങ്കിലും ഭയങ്കര വെയിറ്റ് ആണ് കേട്ടോ അതിന്. അപ്പോൾ ഞാൻ വർക്കിനൊക്കെ പോകുന്ന സമയത്ത് ഇത് തുറന്നുകൊണ്ട് മേളിലോട്ടും താഴോട്ടും ഒക്കെ വരണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കയറി വന്നപ്പോൾ മടുത്തു കിട്ടും. നമ്മുടെ പുതിയ വീട്ടിലോട്ട് സാധനം ഷിഫ്റ്റ് ചെയ്തപ്പോൾ പോലും ഇത്രയും മടുപ്പുണ്ടായിരുന്നില്ല. കുറച്ച് സാധനം ഇങ്ങോട്ട് കയറ്റിയപ്പോൾ തന്നെ ഞാൻ മടുത്ത്. പിന്നെ നമ്മൾ ഈ ഒരു റൂം ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ നമ്മൾ ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു റൂമാണ് കേട്ടോ. ഒരു റൂം എൻ്റെ സ്റ്റുഡിയോയ്ക്കും പിന്നെ ഹാളിൽ നമ്മുടെ ബാക്കി സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഒരു റൂം മാത്രമാണ് നമ്മൾ ബെഡ്റൂം ആക്കുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എല്ലാം അടിച്ച് വാരി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഓൾറെഡി നമ്മളൊന്ന് ക്ലീൻ ആക്കിയതായിരുന്നു കേട്ടോ. പിന്നെയും ഞാൻ കുഴച്ച് വാരി കുറേ സാധനങ്ങൾ കൊണ്ടുവന്നു. ആദ്യം കുറച്ച് സാധനം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ പകുതി സാധനം ഇവിടെയും പകുതി സാധനം വീട്ടിലും വെക്കാമെന്ന് വിചാരിച്ചു. പകുതി വന്നപ്പോൾ തന്നെ ഇവിടെ ഫുള്ള് നിറഞ്ഞു. പിന്നെ ഇങ്ങനെ നമ്മളെപ്പോഴും താമസിക്കുന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലോണം പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഓരോ തവണ വരുമ്പോഴും അത്യാവശ്യം പൊടി ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും നമ്മളൊന്ന് തുടച്ച് വാരി ഇടയ്ക്കിടയ്ക്ക് അടിച്ചു കൊടുക്കണം. അങ്ങനെ ഞാൻ മൊത്തത്തിൽ ഒന്നും കൂടെ പൊടിയൊക്കെ തട്ടി അവിടെ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ചുക്രിയും പൊടിയൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ വാക്യൂം ക്ലീനർ ഉണ്ടായിരുന്നു കേട്ടോ. ചെറുതാണ് എങ്കിലും അത് എടുത്തുകൊണ്ട് വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ വീട്ടിലോട്ട് മാറിയ സമയത്ത് അത് പിന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. അപ്പം ഇങ്ങനെ പൊടിയൊക്കെ വരുന്ന സമയത്ത് വാക്യൂം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. പ്രത്യേകിച്ച് എനിക്ക് അലർജിയും കൂടെ ആയതുകൊണ്ട് അതിങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. ടൗൺ ആയതുകൊണ്ടൊക്കെ ആയിരിക്കും, റോഡ് സൈഡിലായതുകൊണ്ട് എപ്പോഴും വണ്ടി ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കും കേട്ടോ. അതുകൊണ്ടാണ് തോന്നുന്നു പെട്ടെന്ന് പൊടി ആവുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ജനലൊക്കെ അടച്ചൊക്കെ തന്നെയാണ് ഇട്ടേക്കുന്നത്. എന്നാലും ഇടയ്ക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാറ്റൊക്കെ കയറാൻ വേണ്ടി തുറന്നിടും. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും പൊടി കയറുന്നത്. നമ്മളിങ്ങനെ ഉള്ളിലെ ഏരിയയിലൊക്കെ താമസിച്ച് അടച്ചുപൂട്ടിയൊന്നും ജീവിച്ചിട്ടില്ലാത്തതുകൊണ്ട് ആദ്യമൊക്കെ വന്ന സമയത്ത് എനിക്ക് കുറച്ച് പാടായിരുന്നു കേട്ടോ ഇവിടെ. പക്ഷെ ഇപ്പം അങ്ങനെ വലിയ കുഴപ്പമില്ല. ഇപ്പം അതൊക്കെ ഒരു ശീലമായി. അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ തുണി സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി പിറക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വർക്കിനൊക്കെ പോകുന്ന സമയത്ത് ഇടുന്ന അങ്ങനത്തെ ഡ്രസ്സുകളാണ് കേട്ടോ കൂടുതൽ ഇങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത്. വർക്കിന് പോകുമ്പോൾ കൂടുതലും ഞാനൊന്നില്ലേ കോട്ടണോ അല്ലാന്നുണ്ടെങ്കിൽ കംഫർട്ടായിട്ടുള്ള ഉടുപ്പോ ടോപ്പോ അങ്ങനത്തെ മാത്രമേ ഇടാറുള്ളൂ കേട്ടോ. കാരണം വർക്കിന് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വേറെ വർക്കുള്ളതൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. സിമ്പിളായിട്ടുള്ളത് മാത്രമേ ഇടാറുള്ളൂ. അപ്പം അതെല്ലാം ഒന്ന് ഓർഡറിൽ അടുക്കി വെക്കാമെന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ജസ്റ്റ് ഒരു ന്യൂസ് പേപ്പർ വെച്ച് എന്നിട്ട് അതിന് മേളിലായിട്ട് ഓരോന്നായിട്ട് മടക്കി വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് രോഹുവിൻ്റെയും അതുപോലെ തന്നെ ഞാൻ ഇടയ്ക്ക് അതിന് മുന്നേ വന്ന സമയത്ത് കൊണ്ടുവന്നതും അങ്ങനെ കുറച്ച് ഉടുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരോ സെക്ഷനിലാക്കി വെക്കാമെന്ന് ഓർത്തും. എനിക്ക് ഏറ്റവും കൂടുതലുള്ളത് ഉടുപ്പാണ് കേട്ടോ. ഉടുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ടേ ഞാൻ ടോപ്പ് പോലും ഇപ്പോൾ വാങ്ങാറുള്ളൂ. നേരത്തെ എനിക്ക് ജീൻസ് ടോപ്പിനോടൊക്കെ ഭയങ്കര ക്രേസായിരുന്നു. ഇപ്പോൾ എനിക്ക് ഒരു കൂടുതലും ഉടുപ്പിനോടാണ് ഒരു ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഉടുപ്പൊക്കെ ഞാൻ അതുപോലെ സൂക്ഷിച്ച് എല്ലാം എടുത്ത് വെക്കും കേട്ടോ. ഇടാറില്ലെങ്കിൽ പോലും ഞാനത് കളയാതെ എടുത്ത് സൂക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പോൾ രോഹു വരുമ്പോൾ രോഹുവിനും കൂടി ഡ്രസ്സ് വെക്കാനുള്ള സ്പേസ് വേണം. പിന്നെ 2 സൈഡിലും കള്ളി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെക്കാം. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടംപോലെ ഡ്രസ്സ് മാറി മാറി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെയൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവളുടെ ഡ്രസ്സ് ഞാനും എൻ്റെ ഡ്രസ്സ് അവളും എല്ലാം മാറി മാറി എടുക്കാറുണ്ട്. അപ്പോൾ ഉടുപ്പൊക്കെ ഞാൻ മേളത്തെ 2 സെക്ഷനിലായിട്ട് വെച്ചു കേട്ടോ. പിന്നെ താഴത്തെ സെക്ഷനിൽ ടോപ്പും സ്കേർട്ടും ജീൻസും അങ്ങനത്തെയൊക്കെ താഴെ വെച്ചു. നമ്മുടെ പുതിയ വീട് ഇപ്പോൾ ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും കൂടി സമയം തികയാത്തതുകൊണ്ട് ബാക്കിയൊക്കെ അവിടെ തന്നെ ഞാൻ അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി പോകുന്ന സമയത്ത് വേണം കുറച്ചും കൂടി എടുത്തുകൊണ്ട് വരാൻ. പിന്നെ നമ്മൾ പുതിയ റൂമിലേക്ക് പുതിയൊരു മാട്രസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇത് ഫ്ലോ മാട്രസ് ആണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു കവറിലാണ് ഇത് വരുന്നത്. നമുക്കിത് ഡെലിവറി ഒക്കെ വീട്ടിൽ തന്നെ കൊണ്ട് തന്നതുകൊണ്ട് നമ്മൾ വീട്ടിൽ പോയിട്ടാണ് ഇത് വാങ്ങിയത്. അപ്പോൾ നമ്മൾ എവിടെയാണോ ആ ഒരു അഡ്രസ്സിലേക്ക് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് അവർ ഡെലിവറി ചെയ്യും കേട്ടോ. പിന്നെ ഇത് അൺപാക്ക് ചെയ്യാനും നല്ല എളുപ്പമാണ്. നല്ലൊരു പാക്കിങ്ങിലാട്ടോ വന്നത്, സേഫ് പാക്കിംഗ് ആണ് അത്. പക്ഷേ അൺപാക്ക് ചെയ്യാനും നല്ല എളുപ്പമാണ്. അപ്പോൾ ചേട്ടാ ഇല്ലാത്ത സമയത്താണ്ടോ ഞാൻ റൂമിൽ ഈ ഒരു കലാപരിപാടി ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതിനെ കൊണ്ട് തന്നെ പൊക്കാൻ പറ്റുമോ, തന്നെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷേ ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ. ആ ഒരിങ്ങനെ കൂട് വലിച്ച് അത് റോൾ ചെയ്ത് ഇങ്ങനെ എടുത്താൽ മതി. പിന്നെ അതാ ലാസ്റ്റ് ഈ ഒരു കവറും കൂടി വരുന്നുണ്ട്. അതുകൂടി ഇതേ ഞാനിങ്ങനെ ഒന്ന് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ അത് ഈസിലി പൊട്ടിപ്പോകുന്നു. ഇനി നമുക്ക് ഈ ഒരു ബെഡ് എടുത്തൊന്ന് കട്ടിലേക്ക് ഇടാം. അപ്പോൾ അതും ഞാൻ വിചാരിച്ചു ഭയങ്കര പാടായിരിക്കും എന്നൊക്കെ. ഭയങ്കര തിക്നെസ് ആണല്ലോ ഇതിന്. പക്ഷേ എളുപ്പമായിരുന്നു കേട്ടോ, എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. അങ്ങനെ അതാ നമ്മൾ ബെഡ് കട്ടിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഈ ഒരു ചാർക്കോൾ സിപ്പ് കവർ വരുന്നതുകൊണ്ട് നമ്മൾ വേറെ സിപ്പ് കവറൊന്നും വാങ്ങണ്ട കേട്ടോ. നല്ല സുഖമാണ് കേട്ടോ ഇതിൽ കിടക്കാനായിട്ട്, ഭയങ്കര കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഇതിൽ മോഷൻ ഐസൊലേഷൻ ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ വെള്ളം വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കോ ഇരിക്കും എന്ത് വെള്ളം ചെയ്താലും അത് മറിയില്ല കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഇനി കുട്ടികൾ എഴുന്നേക്കോ, നമ്മൾ എഴുന്നേക്കുന്ന കൂടുതൽ അവർ എഴുന്നേക്കോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. പിന്നെ ഇതിൻ്റെ കൂടെ 2 തലവണ കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും ഇതുപോലെ ഒരു കുഞ്ഞ് പാക്കിലായിട്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അതിനെ നമ്മൾ പുറത്തെടുത്ത് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകൂടി ഇത് വിടർന്നു വരും കേട്ടോ. അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള ബെഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നിലത്തിട്ടിട്ടാണെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് വീട് മാറുന്ന സമയത്താണെങ്കിലും ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞാൽ നേരെ ഈ ഒരു സാധനങ്ങളൊക്കെ അടുക്കി പിറക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെനിക്ക് കുറേ അടുക്കാനുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് ഞാൻ ഒരു ആമാടപ്പെട്ട് തന്നെ ചുമന്നുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇതൊന്നും സത്യം പറഞ്ഞാൽ അത്ര വലിയ കാര്യമായിട്ട് ഉപയോഗിക്കാറൊന്നുമില്ല. എല്ലാം തന്നെ വീഡിയോസിനും അതുപോലെ ട്രഡീഷണൽ ലുക്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വാങ്ങിയതും അതുപോലെ അതിനുവേണ്ടി മാത്രമേ യൂസ് ചെയ്യുന്ന കേട്ടോ. ഡെയിലി ലൈഫിൽ ഞാൻ ഒട്ടും തന്നെ അങ്ങനെ യൂസ് ചെയ്യാറില്ല. വളരെ മിനിമലായിട്ട് മാത്രമേ ജ്വല്ലറി യൂസ് ചെയ്യാറുള്ളൂ. എങ്കിലും ഇതൊക്കെ ഇങ്ങനെ കാണാനും സൂക്ഷിച്ച് വെക്കാനും എടുത്ത് വെക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം എടുത്ത് അടുക്കി പറക്കി ഇതേ വെക്കുന്നുണ്ട്. പിന്നെ കുറേ ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂവും വളകളും ഉണ്ടായിരുന്നു. വളകളും ഇങ്ങനെയായിട്ട് ഞാൻ ഒരു തവണ പോലും ഇടാത്ത വളയൊക്കെ ഉണ്ട്. പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ ആവശ്യം വരും. പല സമയത്തായിട്ട് റേറ്റ് കുറവിലൊക്കെ കിട്ടുന്ന സമയത്ത് വാങ്ങിയതാണ്. അങ്ങനെ അതൊക്കെ എടുത്ത് ഞാൻ ഇതുപോലെ ഓരോരോ കളറായിട്ട് ഓരോരോ ബോക്സിൽ ഇട്ട് വെച്ചേക്കുമായിരുന്നു. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിറക്കിയ സമയത്ത് എല്ലാം കൂടി ഞാൻ വലിച്ചു വാരി എടുത്താൽ പെട്ടിക്കകത്ത് ഇട്ടു. അപ്പോൾ ഇനി ഇത് ഓരോന്നായിട്ട് ഓരോ കളർ അടിക്കണം. കുറച്ചധികം ഓർഗനൈസേഴ്സ് വാങ്ങണം എന്നുണ്ട് കേട്ടോ. എന്തായാലും ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ സമാധാനമായിട്ട് കുറച്ച് വാങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെ ആകുമ്പോൾ നമുക്കെല്ലാം വെക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ കുറേ എന്തൊക്കെയോ ആക്രി ഉണ്ടായിരുന്നത് ഒരു ബോക്സിലായിട്ട് വെറുതെ ഇട്ട് വെച്ചു കേട്ടോ. എവിടെ വെക്കേണ്ടതൊന്നും എനിക്ക് ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഒരു ഓർഗനൈസർ വാങ്ങണമെന്നുണ്ട്. വീട്ടിലൊരെണ്ണം ഇരിപ്പുണ്ട്, അത് പിന്നെ വീട്ടിലിരിക്കട്ടെ, അവിടെ ഒരെണ്ണം വേണമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ പോയിട്ട് ഞാൻ കർട്ടൻ ഇടുന്നുണ്ട് കേട്ടോ. അവിടെ ആ ഒരു കർട്ടൻ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വൃത്തികേടായിരുന്നു. കർട്ടൻ ഇട്ടപ്പോഴാണ് ആ ഒരു ഭാഗം നീറ്റായത്. പിന്നെ ഞങ്ങൾ ആണി അടിക്കാതെ കേട്ടോ കർട്ടൻ ഇട്ടത്. എങ്ങനെയൊക്കെയോ ഞങ്ങൾ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്തത്. താഴെ ഊർന്ന് പോകുമെന്നറിയില്ല. പിന്നെ നമ്മൾ ഇതേപോലെ ലൈറ്റ് പിടിപ്പിക്കണം കേട്ടോ. ഇത് നമ്മുടെ പഴയ വീട്ടിലുണ്ടായിരുന്ന ലൈറ്റാണ്. ഇത് ഞാൻ എപ്പോഴോ എവിടെന്നോ വാങ്ങിയതാട്ടോ. സത്യം പറയുന്നത് എവിടെന്നാ വാങ്ങിയതുപോലെ എനിക്ക് ഓർമ്മയില്ല. ഇതിങ്ങനെ ഡയറക്റ്റ് കുത്തിയിട്ടുള്ളതായതുകൊണ്ട് ചാർജ് ചേർന്ന് പോകുന്ന അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല കേട്ടോ. ഇടയ്ക്ക് ഞാൻ ബാറ്ററി ഇട്ട് യൂസ് ചെയ്യുന്ന ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ പെട്ടെന്ന് കേട് വന്നു കേട്ടോ. ഇത് മാത്രമാണ് ഇപ്പോഴും നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഈസ്തെറ്റിക് സെറ്റപ്പൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. ഈ ഒരു ലൈറ്റ് കൊണ്ട് അതേപോലെ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ആ ഒരു ഷേപ്പിന് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്ത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് ലൈറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം നല്ല രസമായിരിക്കും. അപ്പോൾ നമ്മൾ ഒരുപാടൊന്നും അങ്ങനെ ഡെക്കറേഷൻസും കാര്യങ്ങളും ഇവിടെ ചെയ്തൊന്നുമില്ല കേട്ടോ. വളരെ കുറച്ച് സമയം കിട്ടിയുള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഉദ്ദേശിച്ച പോലെ സത്യം പറഞ്ഞാൽ ആയിട്ടില്ല. ഇനിയും കുറച്ച് ഡെക്കറേഷൻസും പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യണം എനിക്കുണ്ട്. അപ്പം ഇനിയിപ്പോൾ പതുക്കെ ഓരോന്ന് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഉള്ള ഒരു ലൈറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചൊരു ഭംഗി വെക്കാമെന്ന് വിചാരിച്ചു. ഇതെനിക്ക് പ്രേമ ഊട്ടി പോയ സമയത്ത് വാങ്ങിച്ചുകൊണ്ട് തന്നാട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഊട്ടി പോകുമ്പോൾ എനിക്ക് ഊട്ടിപ്പൂ വേണമെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ യെല്ലോ ഫ്ലവർ സൺഫ്ലവറൊക്കെ. അപ്പം എനിക്കിതാകുമ്പോൾ വാടാതെ ഇരുന്നുള്ളൂ. അപ്പം അങ്ങനെ അവൻ കൊണ്ട് തന്നെയാണ്. അതിൻ്റെ ഇതേപോലെ ഒരു കുപ്പിയിലിട്ട് വെക്കുന്നുണ്ട്. അപ്പം നമ്മുടെ റൂമിൻ്റെ ഓർഗനൈസിങ്ങും അടുക്കിപ്പിറക്കലും ഒക്കെ അങ്ങനെ കഴിഞ്ഞു. എന്നാലും ഞാൻ അത്ര വിചാരിച്ച പോലെ ആയില്ല. എങ്കിൽ പോലും ഈ റൂം അലമ്പായി കിടന്നിടത്തുനിന്ന് അത്യാവശ്യം വൃത്തിയാക്കി എടുത്തെന്നാണ് എൻ്റെ ഒരു ഇത്. ഇനിയും കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അടിപൊളിയായിട്ട് ഒന്നുകൂടി ഓർഗനൈസിങ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുള്ള കമന്റ് അറിയിക്കുക. ബൈ ഡിയർ.